ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും വാത്സല്യമുള്ള പ്രിയമുള്ളവരെ, സഭയുടെ കീഴത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വിശുദ്ധ എവൻഗേലിയോനെ കുറിച്ചുള്ള ദൈവവചനം വിശ്വാസികളുടെ അനുഗ്രഹീതമായ ജീവിതത്തിന് അതിൻ്റെ ശ്രേഷ്ഠമേറിയ വളർച്ചയ്ക്ക് വേണ്ടി ആയുസ്സ് തരിക പതിവുണ്ട്, സംസാരിക്കുക പതിവുണ്ട്. അപ്രകാരം ഇന്ന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി മുതിരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ 9-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ൻ്റെ 8 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളാണ് ഈ സമയത്ത് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വായനാഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒരു വാചകം മത്തായിയെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മത്തായിയുടെ ആദ്യത്തെ പേര് ലേവി എന്നായിരുന്നു. ലേവി അവൻ്റെ ഉപജീവന മാർഗം ചുങ്കം പിരിക്കുകയായിരുന്നു. യഹൂദന്മാരായ ആളുകളിൽ നിന്ന് കൈസറിന് വേണ്ടി ചുങ്കം പിരിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആ വ്യക്തി അവൻ്റെ ജീവിതം ഒരു ചുങ്കക്കാരനെ പോലെ ആയിരുന്നത് കൊണ്ട് തന്നെ യഹൂദ സഭയിൽ അംഗീകരിച്ചിരുന്നില്ല. ചുങ്കം പിരിക്കുന്നവർക്ക് പള്ളിയിൽ അധികാരമോ അവകാശമോ പ്രവർത്തന രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി, അതേസമയം അവരുടെ മുമ്പിൽ വെറുക്കപ്പെട്ടവനായിട്ടിരുന്ന, പണസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തൊഴിലായി അങ്ങനെ മുന്നോട്ട് പോയൊരു മനുഷ്യൻ. ആർക്കും വേണ്ടാതിരുന്ന എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അംഗീകരിക്കാതിരുന്ന, ദൈവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ ഈ ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ തേടി വന്ന ഒരു കർത്താവ്, വിചാരിച്ചതിലും നനച്ചതിലും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം യേശു അവനെ തേടി ചെല്ലുകയാണ്. അവന് സമീപത്തേക്ക് യേശു തമ്പുരാൻ നടന്നു ചെല്ലുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. അവൻ ചാടി എഴുന്നേറ്റു. യേശു അവനോട്, ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു. തൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ തൊഴിലും പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നത് മാത്രം മതിയാകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. അവൻ പാപിയായിരുന്നു, പാപം ഉപേക്ഷിച്ചു, പരിശുദ്ധിയുടെ വഴിയിലേക്ക് വന്നു. സത്യവേദ പുസ്തകത്തിൻ്റെ ഭാഷയിൽ അവൻ മനസ്സാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യനായി. ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അവൻ മനസ്സാന്തരപ്പെട്ട് വിശുദ്ധിയുടെ വഴിയിലേക്ക് വന്ന് യേശുവിൻ്റെ ശിഷ്യനായി. അങ്ങനെ യേശുവിനോടുകൂടി രാവും പകലും നടക്കുമ്പോൾ അവൻ യേശുവിനെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്ന, യാഗമായി തീർന്ന ആ യേശു തമ്പുരാനെ, അവനെക്കുറിച്ച് തന്നെ ഒരു ചിത്രീകരണം നടത്തുവാൻ ആഗ്രഹിച്ചതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഉത്തേജിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ചു. പരിശുദ്ധാത്മാവ് വചനത്തിന് നിഗൂഢമായ സത്യങ്ങളും വരാൻ പോകുന്ന പ്രവചനങ്ങളും സംഭവങ്ങളും അവൻ വെളിപ്പെടുത്തി. അങ്ങനെ പരിശുദ്ധാത്മ നിറവിലാണ് ഈ എവൻഗേലിയോൻ, ഈ സുവിശേഷം അവൻ എഴുതിയത്. ഈ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ കാണുന്നത്, അവൻ രേഖപ്പെടുത്തുന്നു,
യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യാമെന്ന ചില മനുഷ്യന്മാർ. നീ ഏത് അധികാരം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയുമ്പോഴാണ് ഈ വേദഭാഗം കയറി വരുന്നത്. അവനവരുടെ മനസ്സറിഞ്ഞു, അവരെന്തിനു വേണ്ടി ചോദിക്കുന്നറിഞ്ഞു. നാമധേയപരമായി മാത്രം അക്ഷരത്തിൻ്റെ ആത്മാവിൽ പൂജകളും പ്രവൃത്തികളും നിറവേറ്റി ജീവിക്കുന്ന നാമധാരികളായ അവരോട് യേശു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവീൻ എന്ന് തന്നെയാണ്. അതെൻ്റെ വാക്കാണ്. നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവീൻ. അവനവരോട് ഇപ്രകാരം പറഞ്ഞു. അത് മനസ്സിലാക്കുവാൻ ഇപ്രകാരം പറഞ്ഞു. ഒരു പിതാവിന് 2 ആൺമക്കളുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തോടനുബന്ധമായി വ്യാഖ്യാനം കൂടാതെ അതിൻ്റെ സത്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് യേശു തമ്പുരാൻ കൽപ്പിക്കുന്നത്. ഒരു കുടുംബജീവിതം ചെയ്യുന്നവർക്ക്, ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് സുതാര്യമാണത്. അവിടെ 2 മക്കൾ, മൂത്തവനും ഇളയവനും. പിതാവ് ചെയ്യുന്ന മൂത്തവനോട് പറഞ്ഞു, നീ തോട്ടത്തിൽ പോയി പണിയണം, വളരെ പണികളുണ്ട്. അപ്പോൾ തന്നെ പിതാവിനോട് അവൻ പറഞ്ഞു, ഇല്ല അപ്പാ, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അവൻ തൻ്റെ പിതാവ് ഒരു കാര്യം പറഞ്ഞിട്ട് നിഷേധിച്ചു പോയല്ലോ, പറഞ്ഞില്ലല്ലോ, ചെയ്തില്ലല്ലോ എന്നുള്ളത് കുറ്റബോധത്തിൽ അനുതപിച്ച് അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാൻ പോകാം. ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ തിരുത്തുന്നു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ പോയി തോട്ടത്തിൽ വേല ചെയ്തു. 2ാമത്തവൻ്റെ അടുത്ത് വന്നു, അവനോടും പറഞ്ഞു, നീ തോട്ടത്തിൽ പോയി പണിയണം. അവനൊരു പ്രയാസവുമില്ലാതെ അവൻ പറഞ്ഞു, അപ്പാ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ പോകാമെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയില്ല. യേശു ചോദിച്ചു, ഇതിൽ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? അവർക്കൊരു സംശയം ഉണ്ടായില്ല, മൂത്തവൻ. കർത്താവ് പറഞ്ഞു, അപ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് പറയുന്നത്? ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരും വേശ്യകളും, മത്തായി ചുങ്കക്കാരനായിരുന്നു, അനേകം ചുങ്കക്കാർ, വേശ്യകൾ, അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവർ സത്യാനുതാപം മാനസാന്തരപ്പെട്ടു. അവരേറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. അവരുടെ ജീവിതത്തിൽ യേശുവിനെ തിരഞ്ഞെടുത്തു. അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു. എന്നാൽ ഞാൻ പോകാമെന്നുകൊണ്ട് പോകാത്ത ഇളയ മകൻ്റെ കൂട്ടുകാർ, അവൻ്റെ വഴിയിലാണ് അനേകം മനുഷ്യർ. തൻ്റെ അധികാരം ചോദിക്കാൻ വന്നവരോട് പരോക്ഷമായി യേശു പറഞ്ഞു, ആ ഇളയവൻ്റെ വഴിക്കാരാണ്. വാ കൊണ്ട് എല്ലാം അനുകൂലപ്പെട്ട് സംസാരിക്കും, പക്ഷേ അവർ വചനത്തിനും ദൈവത്തിനും വിരുദ്ധരാണ്. യേശു അത് വെളിപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് അനുതപിക്കുക, മനസ്സാന്തരപ്പെടുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയോൻ്റെ ദൂത് അതാണ്. നിങ്ങൾ മനസ്സാന്തരപ്പെടൂ, നിങ്ങൾ പശ്ചാത്തപിക്കൂ, നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുവിന് വേണ്ടി സമർപ്പിക്കൂ, യേശുവിന് ശിഷ്യത്വം സ്വീകരിക്കൂ, ജീവിതത്തിൽ ഒരു ഓത്ത് എടുക്കൂ എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നവനിൽ ദൈവം പ്രസാദിക്കും. ദൈവപ്രസാദം അതാണ്. ദാവീദ് താൻ കുറ്റം ചെയ്തു, പക്ഷേ അവൻ കരഞ്ഞ് നിലവിളിച്ച് അനുതപിച്ചു. ദൈവം പാപക്ഷമ കൊടുത്തില്ലേ? മോശെ താൻ പാപം ചെയ്തു, കൊല ചെയ്തു, അവൻ കരഞ്ഞു, നിലവിളിച്ചു, ദൈവം പാപക്ഷമ കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? അങ്ങനെ പഴയ നിയമത്തിൽ അനേകം ഭക്തന്മാർ പാപം ചെയ്തെങ്കിലും അനുദപിച്ചവരായിരുന്നു. അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, അനേകം പാപികളുടെ നിരകളാണെങ്കിലും അവർ പാവത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധിയുടെ വഴിയിൽ വന്ന വിശുദ്ധന്മാരുടെ നീണ്ട നിര. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ അവൻ ഏറ്റുപറഞ്ഞ് അവനെ മാത്രം ശരണപ്പെട്ടു. അവനെ വലിയ ശുശ്രൂഷയുടെ പങ്കുകൾ ഏൽപ്പിച്ചു. പൗലോസ് പാവം ചെയ്തിരുന്നു, കുറ്റം ചെയ്തിരുന്നു, അനുദപിച്ചു. അവനെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവീര്യമുള്ള ദൈവവേദനായി അപ്പോസ്തലനായി അവനെ മാറ്റി. അഗസ്റ്റിൻ പാപം ചെയ്തു, പാവക്ഷമ കൊടുത്ത വിശുദ്ധ അഗസ്റ്റിൻ പണ്ഡിതനുമാക്കി മാറ്റി. അങ്ങനെ ദൈവത്തോട് പാപം ചെയ്തെങ്കിൽ ദൈവം അത് ക്ഷമിക്കുകയും
അവരെ പരിശുദ്ധന്മാരാക്കി. ദൈവം താൻ പരിശുദ്ധിയിൽ വസിക്കുന്നവനാകിയാൽ ആ വിശുദ്ധിയുടെ വഴിയിൽ ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ദൈവമക്കളെ മനസ്സാന്തരപ്പെടുവീൻ, അനുദപിക്കുവീൻ, വിശുദ്ധിയുടെ വഴിയിലേക്ക് വരുവീൻ. യേശു കർത്താവിൻ്റെ അനുയായികളായി വിശുദ്ധിയെ തികച്ചോടുവാനായി വാഞ്ചിപ്പീൻ, അതിനായിട്ട് സമർപ്പിക്കുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയൻ്റെ സന്ദേശം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം അവകാശപ്പെടുക. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അവണ്ണം തന്നെ നശിച്ചു പോകുമെന്ന് നാശത്തിൻ്റെ സന്ദേശവുമായി വന്നവരോട് യേശു സംസാരിച്ചതുപോലെ നശിച്ചു പോകാതിരിക്കുവാൻ, തീ നരകത്തിലേക്ക് കെട്ടുപോകാത്ത തീയിലേക്കും ചാകാത്ത പുഴുവിൻ്റെയും അവസ്ഥാന്തരങ്ങളിലേക്ക് തള്ളപ്പെടാതിരിക്കുവാൻ, മരണാന്തരവും നിത്യഭവനം നിത്യജീവനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സാന്തരപ്പെട്ട് നന്മ ചെയ്ത് നന്മയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ വളരുക. ദൈവമായ കർത്താവ് അതിന് നാം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.